ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രിയിലെ പോർഷൻസിലെ പോളിമേഴ്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോളിമേഴ്സ് എന്താണ്? പോളിമേഴ്സ് എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പോളിമേഴ്സ് ഉത്ഭവിച്ചുണ്ടായത്. ഓക്കെ, അതിൻ്റെ പോളി മീൻസ് മെനി ഒരുപാട്, ആൻഡ് മെർ മീൻസ് യൂണിറ്റ് ഓർ പാർട്ട്. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ വേറൊന്നുമല്ല, ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റ്സ് കൂടി ചേർന്ന് ഒരു വലിയ യൂണിറ്റ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു വലിയൊരു യൂണിറ്റ് ഇല്ലേ, ആ ഒരു വലിയൊരു പാർട്ട്, അതിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ യൂണിറ്റുകളുടെ സഹായം തേടിയിട്ടില്ലേ? ആ ചെറിയ ചെറിയ യൂണിറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. പോളിമറൈസേഷൻ, പോളിമേഴ്സ്, മോണോമേഴ്സ്. നേരെ നോക്കാം. The word polymer is derived from Greek words poly means many and mer means unit or part. Polymers are large molecules made up of repeating units called മോണോമേഴ്സ്. മോണോമേഴ്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ യൂണിറ്റ്സുകളെ കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ യൂണിറ്റ്, ആ യൂണിറ്റിന്റെ പേരാണ് പോളിമേഴ്സ്. ആൻഡ് ദ ഓവറോൾ റിയാക്ഷൻ ലീഡിംഗ് ടു ദി ഫോർമേഷൻ ഓഫ് പോളിമേഴ്സ് ഫ്രം മോണോമേഴ്സ് ഈസ് കോൾഡ് പോളിമറൈസേഷൻ. അതായത് മോണോമറിൽ നിന്ന് നമ്മൾ പോളിമേഴ്സിനെ സിന്തസൈസ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എത്തിലീൻ മോണോമേഴ്സ്. നിങ്ങൾക്കറിയാം CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് എത്തിലീൻ എന്ന് പറയുന്ന മോളിക്യൂൾ, നമുക്ക് എല്ലാവർക്കും അറിയാവേ. അപ്പോൾ ഈ ഒരു എത്തിലീൻ മോളിക്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊണ്ടുവരിക. എത്തിലീൻ്റെ ചെറിയ ചെറിയ യൂണിറ്റ്സുകളാണ് നമ്മളെ കയ്യിലുള്ളത്. ഓരോ എത്തിലീൻ മോളിക്യൂൾസിനെയും നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് എത്തിലീൻ മോളിക്യൂൾസിൻ്റെ വലിയൊരു പോളിമർ കിട്ടും. അതിനെയാണ് പോളി എത്തിലീൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പോളി എത്തിലീൻ എന്താണ്? എത്തിലീൻ എന്ന് പറയുന്ന മോണോമേഴ്സിനെ പോളിമറൈസേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന പോളിമറാണ് എന്ത്? പോളി എത്തിലീൻ. ഓക്കെ, ഇനി ഈ പോളിമേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബൈ ഒറിജിൻ. ഒറിജിൻ്റെ ബേസിസിൽ നമുക്ക് പോളിമേഴ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് നാച്ചുറൽ പോളിമേഴ്സ്. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് നാച്ചുറൽ പോളിമേഴ്സ്. കം ഫ്രം നേച്ചർ ആൻഡ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് നേച്ചറിൽ കണ്ടുവരുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ്സിൽ നിന്നും അല്ലെങ്കിൽ ആനിമൽസിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പോളിമേഴ്സ്. നാച്ചുറൽ കണ്ടീഷൻസിൽ, നാച്ചുറൽ സോഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന പോളിമേഴ്സ് ആണ് എന്ത്? നേച്ചുറൽ പോളിമേഴ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാർച്ച് കൊടുത്തിട്ടുണ്ട്, സെല്ലുലോസ് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടീൻസ് കൊടുത്തിട്ടുണ്ട്, സിൽക്ക്, വൂൾ എക്സെട്ര. അങ്ങനെ നിങ്ങൾ ചുറ്റുപുറം നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് എന്തിനു വേണ്ടി കിട്ടും? നാച്ചുറൽ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ചുറ്റുപുറം കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്? ഒന്നുമില്ല, ഇവർ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സിൽ നിന്നാണ്. അതായത് നേച്ചുറൽ പോളിമേഴ്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് എന്ത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ്. നമ്മൾ നേച്ചുറൽ പോളിമേഴ്സ് എടുക്കുന്നു, അതിൽ നിന്ന് നമുക്ക് ഡെറിവേറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, ഡെറിവേറ്റീവായിട്ട് കിട്ടുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിയേ, സെല്ലുലോസ് അസറ്റേറ്റ്, സെല്ലുലോസ് നൈട്രേറ്റ്, സെല്ലുലോസ് സാന്തേറ്റ്. അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സെമി സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. നിങ്ങളെ പേര് നോക്കിയ മക്കളെ, എന്താണ്? സെല്ലുലോസ് അസറ്റേറ്റ് അല്ലെ? സെല്ലുലോസ് നമ്മുടെ നാച്ചുറൽ പോളിമേഴ്സ് അതിലുണ്ട്, സെല്ലുലോസിൻ അസറ്റേറ്റ്, അതാണ് സെമി സിന്തറ്റിക് പോളിമറിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സിന്തറ്റിക് പോളിമേഴ്സ്. എന്താണ്? ദീസ് ആർ മാൻ മെയ്ഡ് പോളിമേഴ്സ്. അതായത് നമുക്കുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആരാ? നമ്മുടെ PVC പൈപ്പ്, പോളിവിനൈൽ ക്ലോറൈഡ് അല്ലേ? അതാണ് നമ്മുടെ PVC. നമ്മൾ മാൻമെയ്ഡ് പോളിമർ അല്ലേ PVC. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടാണ് നൈലോൺ, ദെൻ ബാക്കലൈറ്റ്, ഡാക്രോൺ
എക്സെട്ര. ഇവയെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരും? സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് വരും. അപ്പോൾ ഒന്നുകൂടി പറയാണ്, എന്താണ് പോളിമേഴ്സ് എന്നുള്ളത് ക്ലിയർ ആയോ? എന്താണ് മോണോമേഴ്സ്, എന്താണ് പോളിമറൈസേഷൻ? അതായത് മോണോമേഴ്സ് എന്ന് പറയുന്ന ചെറിയ യൂണിറ്റ്സുകളെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ യൂണിറ്റ് നമുക്ക് കിട്ടുന്നു. അതിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളിമറൈസേഷൻ. പിന്നെ നമ്മൾ പഠിച്ചു പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒറിജിന്റെ ബേസിസിൽ ഉള്ള ക്ലാസിഫിക്കേഷനിൽ തന്നെ again മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ പോളിമേഴ്സ്, സെമി സിന്തറ്റിക് പോളിമേഴ്സ്, ദെൻ സിന്തറ്റിക് പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ നേച്ചറിന്റെ ഡെറിവേറ്റീവ്സ് ആയിട്ട് വരുന്നതാണ് സെമി സിന്തറ്റിക് പോളിമേഴ്സ്. ദെൻ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാൻ മെയ്ഡ് പോളിമേഴ്സ്. എല്ലാ പോളിമേഴ്സും എല്ലാത്തിൻ്റെയും എക്സാമ്പിളും നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെക്കണേ മക്കളെ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരും. അതായത് ഇവയിൽ ഏതാണ് സെമി സിന്തറ്റിക് പോളിമർ, അല്ലെങ്കിൽ ഇവയിൽ ഏതാണ് സിന്തറ്റിക് പോളിമർ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഓരോ ക്ലാസിഫിക്കേഷനും അതിൻ്റെ എക്സാമ്പിളും നിങ്ങൾക്ക് തറവായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബൈ സ്ട്രക്ചർ. സ്ട്രക്ചറിന്റെ ബേസിസിൽ നമുക്ക് പോളിമേഴ്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ലീനിയർ പോളിമേഴ്സ്. എഗെയിൻ നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലീനിയർ പോളിമേഴ്സ്. അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഡെഫിനിറ്റ്ലി എങ്ങനെയായിരിക്കും? ലീനിയർ സ്ട്രക്ചർ ആയിരിക്കും. കൺസിസ്റ്റ് ഓഫ് ലോങ് ആൻഡ് സ്ട്രെയിറ്റ് ചെയിൻസ്. അതിന് എക്സാമ്പിൾസ് ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. ഏതാണ്? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ, PVC, പോളിയെസ്റ്റേഴ്സ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ലീനിയർ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. ഹൈ ഡെൻസിറ്റി പോളിത്തീൻ നോക്കി വെക്കണേ, ആ ഒരു പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഏത് ടൈപ്പ് ഓഫ് പോളിമർ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ലീനിയർ പോളിമർ. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ലീനിയർ പോളിമേഴ്സിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അഗെയിൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. നേരത്തെ പറഞ്ഞു നമ്മൾ ലീനിയർ പോളിമേഴ്സ്, ഇവിടെ പറയുന്നു ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ്. എന്താണെന്ന് നോക്കാം. കണ്ടെയ്നിങ് ലീനിയർ ചെയിൻസ് ഹാവിങ് സം ബ്രാഞ്ചസ്. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ലീനിയർ പോളിമേഴ്സ് എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. ഈ ലീനിയർ പോളിമേഴ്സിൽ തന്നെ കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഓക്കെ, ലീനിയർ പോളിമർ ആയിട്ട് നമ്മൾ പഠിച്ചത് ആരായിരുന്നു? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. ദെൻ ഇവിടെ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് ആയിട്ട് ആരെയാണ് പഠിക്കുന്നത്? ലോ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ ഹൈ ഡെൻസിറ്റി ലോ ഡെൻസിറ്റി തമ്മിൽ മാറിപ്പോവരുത്. അതൊരു തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ എഗെയിൻ നമ്മൾ ടേബിളായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കി വെച്ചിട്ട് കണ്ടോ, നമ്മുടെ ലീനിയർ ചെയിൻ ആണോ? നമ്മുടെ ലീനിയർ ചെയിൻ ആണ്. അതിൽ കുറച്ച് ബ്രാഞ്ചസ് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ലോ ഡെൻസിറ്റി പോളിയെത്തീൻ. ഓക്കെ, ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. എന്താണ് ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സും ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്? കണ്ടെയ്ൻ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് ബിറ്റ്വീൻ വേരിയസ് ലീനിയർ പോളിമർ ചെയിൻസ്. അതായത് ഒരുപാട് പോളിമർ ചെയിൻസ് ഉണ്ട് അല്ലേ? ആ പോളിമർ ചെയിൻസിൽ കുറച്ച് ബ്രാഞ്ചസ് കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമേഴ്സ് എന്ന് പറയാം. ഓക്കെ, പക്ഷേ ഈ ലീനിയർ ചെയിൻസിൽ ഉള്ള ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ, അതായത് അതിനെ തകർക്കാൻ പറ്റില്ല, ഒരു സ്ട്രോങ് കോവാലന്റ് ബോണ്ടാണ് നമ്മളുടെ ലീനിയർ പോളിമർ ചെയിൻസിൻ്റെ ഇടയ്ക്കുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കണ്ടോ, അതിൻ്റെ ലീനിയർ പോളിമേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് നമ്മുടെ ലീനിയർ ചെയിൻസിൻ്റെ ഇടയ്ക്ക് സ്ട്രോങ് കോവാലന്റ് ബോണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കോണേ, ബാക്കലൈറ്റ്, മെലാമിൻ, എക്സെട്ര. ബേക്കലൈറ്റും മെലാമിനും ഏതിൽ വരുന്നതാണ്? ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. ഇനി അടുത്തതാണ് എന്താണ് ലോ ഡെൻസിറ്റി പോളിയെത്തീൻ, എന്താണ് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ അവർ രണ്ടാളും തമ്മിലുള്ളൊരു ഡിഫറൻസ് ആണ് ഞാനിവിടെ ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്താണ്? ഒബ്റ്റെയിൻഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് എത്തീൻ under high pressure of 1000 to 2000 atmosphere at a temperature of 350 to 570 Kelvin in the presence of
പെറോക്സൈഡ് കാറ്റലിസ്റ്റ്. നോക്കിക്കോണേ, എന്താ പറയുന്നത്? നമ്മുടെ ലോ ഡെൻസിറ്റി പോളിത്തീൻ എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? അതിന്റെ പേര് തന്നെ എന്താണ്? നമ്മുടെ എത്തീൻ എന്ന് പറയുന്ന മോണോമേഴ്സിന്റെ പോളിമർ ആണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. കാരണം ലോ ഡെൻസിറ്റി പോളി എത്തീൻ എന്നാ പറയുന്നത്. അപ്പൊ എത്തീൻ്റെ പോളിമർ ആണ് ഈ ലോ ഡെൻസിറ്റി പോളി എത്തീൻ, അതുപോലെ ഹൈ ഡെൻസിറ്റി പോളി എത്തീൻ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഏതൊരു കണ്ടീഷനിലാണ് നമ്മളത് സിന്തസൈസ് ചെയ്തെടുക്കുന്നത്, അതിലാണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോ ഡെൻസിറ്റി പോളിത്തീൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്? അതായത് ഹൈ ടെമ്പറേച്ചർ ആണ് അവിടെ. എത്രയാണ്? 370 to 570 കെൽവിൻ ടെമ്പറേച്ചറിലാണ് നമ്മൾ അവിടെ സിന്തസൈസ് ചെയ്യുന്നത്. അത് മാത്രമല്ല പ്രഷറിനും ഉണ്ട് ഒരു കണ്ടീഷൻ. എന്താണ്? 1000 to 2000 അറ്റ്മോസ്ഫിയർ പ്രഷറും ആയിരിക്കണം. അതുമാത്രമല്ല ആരും കൂടി അവിടെ വേണം, ഒരു കാറ്റലിസ്റ്റ്. ആരാണ് ആ കാറ്റലിസ്റ്റ്? പെറോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കണ്ടീഷൻ, കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മളെ കൂടെ ആരും കൂടി വേണം? പെറോക്സൈഡും കൂടി വേണം. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ എത്തീൻ മോളിക്യൂൾസിന്റെ അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ആരെ കിട്ടും? ലോ ഡെൻസിറ്റി പോളിത്തീനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഹൈ ഡെൻസിറ്റി പോളിത്തീനിൽ വരികയാണെങ്കിലോ, ഒബ്റ്റെയിൻഡ് ബൈ ദ പോളിമറൈസേഷൻ ഓഫ് എത്തീൻ ഇൻ എ ഹൈഡ്രോകാർബൺ സോൾവെന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് സച്ച് ആസ് ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. അതിനെയാണ് നമ്മൾ സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. പേര് നന്നായിട്ട് നോട്ട് ചെയ്തോണേ, സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. അതെന്താണെന്ന് നിങ്ങൾക്കൂടി ചോദിക്കാം. ചിലപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോം നിങ്ങൾക്ക് തരാം സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിൻ്റെ. അതായത് ഇങ്ങനെ ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സീഗ്ലർ നാറ്റ താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. അതിൽ ഇങ്ങനെ ഒരു ജനറൽ ഫോമാണ് കൊടുത്തിരിക്കുന്നത്, ട്രൈ ആൽക്കൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ഹാലൈഡ്സ്. അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രൈ ആൽക്കൈൽ അലുമിനിയത്തിന് പകരം ചിലപ്പോൾ ട്രൈ അരൈൽ അലുമിനിയം എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഓക്കെ, അതുപോലെ ടൈറ്റാനിയം ടെട്രാ ഹാലൈഡ്സിന് പകരം വേറെ എന്തെങ്കിലും സിങ്ക് ടെട്രാ ഹാലൈഡ്സ് എന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽസ് വെച്ചിട്ടുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. അപ്പൊ എന്താണ് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് ചോദിച്ചാൽ മാറിപ്പോവരുത്. ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഏത് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആണ്. ഓക്കെ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ട്രൈ ആൽക്കൈൽ അലുമിനിയം ആൻഡ് ടെട്രാക്ലോറൈഡ്, ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് എന്ന് നമുക്ക് സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിനെ പറയാം. ഓക്കെ, അപ്പോൾ ആ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 333 to 343 കെൽവിൻ ടെമ്പറേച്ചറിലും അണ്ടർ ദ പ്രഷർ ഓഫ് 6 to 7 അറ്റ്മോസ്ഫിയർ. അല്ലേ, പ്രഷറിന്റെ കമ്പാരിസൺ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ലോ ഡെൻസിറ്റി പോളിയെത്തീനിൽ ഹൈ പ്രഷർ ആയിരുന്നു, 1000 to 2000 അറ്റ്മോസ്ഫിയർ വരെ പോയിട്ടുണ്ട്. അല്ലേ, പക്ഷേ ലോ ഡെൻസിറ്റി പോളിയെത്തീനിൽ നമ്മൾ ഹൈ പ്രഷർ കണ്ടീഷൻ പോയി. പക്ഷേ ഹൈ ഡെൻസിറ്റി പോളിയെത്തീനിൽ എന്താണ്? ലോ പ്രഷർ കണ്ടീഷൻ ആണ്. ഓക്കെ, നമ്മൾ പേര് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ മാറിപ്പോവും. ഹൈ ഡെൻസിറ്റി അല്ലേ, അപ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും. ലോ ഡെൻസിറ്റി അല്ലേ, അപ്പോൾ ലോ പ്രഷർ ആയിരിക്കും. അല്ല, തീർത്തും എന്താണ് വ്യത്യാസമാണ്, ഓപ്പോസിറ്റ് ആണ്. ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാക്കുന്നത് ഹൈ പ്രഷറിലാണ്, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ടാക്കുന്നത് ലോ പ്രഷറിലാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിലുള്ള സിന്തസൈസ് ചെയ്യുന്ന കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം വരരുത്, നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ ലോ ഡെൻസിറ്റി പോളിത്തീൻ എപ്പോഴാണ്? ഹൈ ടെമ്പറേച്ചർ എത്ര? 350 to 570 കെൽവിൻ. ഹൈ പ്രഷർ എത്രയാണ്? 1000 to 2000 അറ്റ്മോസ്ഫിയർ. ഏത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്? പെറോക്സൈഡ്സിന്റെ പ്രസൻസിൽ. അല്ലെ, അങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു ആരെ? എത്തീൻ മോളിക്യൂളിനെ. അങ്ങനെയാണെങ്കിൽ എത്തീൻ മോളിക്യൂൾസിനെ ആ കണ്ടീഷനിൽ പോളിമറൈസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ലോ ഡെൻസിറ്റി പോളിയെത്തീനെ കിട്ടും. എന്നാൽ ഇവിടെ ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ അവിടെ ആരാണ്? അവിടെ എന്താണ് കണ്ടീഷൻ വരുന്നത്? 333 to 343 കെൽവിൻ ടെമ്പറേച്ചർ ആണ്, പ്രഷർ ലോ ആണ്, 6 to 7 അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാണ്? സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് ആണ്, അഥവാ ട്രൈ ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് ആണ്. അങ്ങനെയാണ് നമ്മൾക്ക് എത്തീൻ മോളിക്യൂൾസിനെ നമുക്ക് പോളിമറൈസ് ചെയ്തെടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആരെ കിട്ടും? ഹൈ ഡെൻസിറ്റി പോളിയെത്തീനെ കിട്ടും. ഓക്കെ, ഈ അടുത്ത ഡിഫറൻസ് പറയുന്നതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ലോ ഡെൻസിറ്റി പോളിയെത്തീൻ്റെ സ്ട്രക്ചർ എന്തായിരുന്നു? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ ആയിരുന്നു. അല്ലേ, എന്നാൽ ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ ആരായിരുന്നു? ഒരു ലീനിയർ പോളിമർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് കെമിക്കലി ഇനേർട്ട്. ആര്? ലോ ഡെൻസിറ്റി പോളിയെത്തീൻ ആർ കെമിക്കലി ഇനേർട്ട്, പക്ഷേ ഫ്ലെക്സിബിൾ ആൻഡ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തീനിൽ വരുമ്പോഴോ അതും എന്താണ്? കെമിക്കലി ഇനേർട്ട് ആണ്, പക്ഷെ എന്താണ്? ഹാർഡാണ്, ഫ്ലെക്സിബിൾ അല്ല, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ ലോ ഡെൻസിറ്റി പോളിയെത്തീൻ ആരായിരുന്നു? ഒരു ലീനിയർ പോളിമർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതാണ് കെമിക്കലി ഇനേർട്ട്. ആര്? ലോ ഡെൻസിറ്റി പോളിയെത്തീൻ ആർ കെമിക്കലി ഇനേർട്ട്, പക്ഷേ ഫ്ലെക്സിബിൾ ആൻഡ് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദെൻ ഹൈ ഡെൻസിറ്റി പോളിയെത്തീനിൽ വരുമ്പോഴോ അതും എന്താണ്? ഹാർഡാണ്, ഫ്ലെക്സിബിൾ അല്ല,
ഹാർഡാണ്. ആൻഡ് എക്സലന്റ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ്. രണ്ടും ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷെ എവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്താ, പേര് പോലെ തന്നെ എന്താണ്, ഹാർഡാണ്. ഓക്കെ, അത് രണ്ടും മാറിപ്പോവരുത്. ദെൻ അടുത്ത ഡിഫറൻസ് വരുന്നതാണ് ദ പ്രസൻസ് ഓഫ് ബ്രാഞ്ചസ് ഡസ് നോട്ട് അലോ ഇറ്റ് ടു പാക്ക് ക്ലോസ് ടുഗെദർ ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഡെൻസിറ്റി ഈസ് ലോ. എന്തുകൊണ്ട് ലോ ഡെൻസിറ്റി പോളിത്തീൻ്റെ ഡെൻസിറ്റി ലോ ആയെന്ന്? കാരണം എന്താ, അതിനൊരു ബ്രാഞ്ച് ചെയിൻ സ്ട്രക്ചർ ആണ്. അതിൻ്റെ ബ്രാഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഡെൻസ് ആയിട്ട് ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഡെൻസിറ്റി എന്തെന്ന് പറയുന്നത്, ലോ ആണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഹൈ ഡെൻസിറ്റി പോളിത്തീന് പക്ഷെ എന്താണ്, ലീനിയർ സ്ട്രക്ചർ ആണ് അല്ലേ. അതിനെ നമുക്ക് ഡെൻസ് ആയിട്ട് പാക്ക് ചെയ്യാം, വളരെ ക്ലോസ്ലി പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെൻസിറ്റി എന്താണ്, ഹൈ ആണ്. ഓക്കെ, ദെൻ ലോ ഡെൻസിറ്റി പോളിത്തീൻ എന്തിലൊക്കെയാണ് ഏതിൻ്റെയൊക്കെ മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്ക്വീസ് ബോട്ടിൽസ്. ഓക്കെ, സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽസ് ഇല്ലേ, അതിൽ നമ്മൾ എന്താണ്, അതിൻ്റെ മാനുഫാക്ചറിങ്ങിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ ആണ്. അതുപോലെ ടോയ്സ്, ദെൻ ഫ്ലെക്സിബിൾ പൈപ്സ്, ഷോപ്പിംഗ് ബാഗ്സ്, പോളിത്തീൻ ബാഗ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെയാണ് യൂസ് ചെയ്യുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ് നോക്കിയേ, യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ബക്കറ്റ്സ്. ഓക്കെ, ദെൻ ഡസ്റ്റ്ബിൻസ്, ബോട്ടിൽസ്, ബക്കറ്റ്സ്, ഡസ്റ്റ്ബിൻ, ബോട്ടിൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലോ ഡെൻസിറ്റി പോളിത്തീൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ക്വീസ് ബോട്ടിൽസും അതുപോലെ തന്നെ നമുക്ക് ടോയ്സും ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വേറൊരു ഡിഫറൻസ് പറയുന്നത്, ലോ ഡെൻസിറ്റി പോളിത്തീൻ ഈസ് റെയർലി റീസൈക്കിൾഡ്. റീസൈക്കിൾ ചെയ്യാന്ന് വെച്ചാൽ വളരെ റെയർ കണ്ടീഷനിൽ മാത്രമേ നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പോളിത്തീൻ ആണ് എന്ത്, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കാം, നിങ്ങൾക്ക് മാറിപ്പോവരുത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം, ലോ ഡെൻസിറ്റി പോളിത്തീൻ ഏത് കണ്ടീഷനിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അതായത് ഹൈ പ്രഷർ 1000 to 2000 അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മൾ കൊടുക്കുന്നു, ഹൈ ടെമ്പറേച്ചർ 350 to 570 കെൽവിൻ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നു, പെറോക്സൈഡ് കാറ്റലിസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോളിമറൈസേഷൻ ഓഫ് എത്തീൻ ഗീവ്സ് ലോ ഡെൻസിറ്റി പോളിത്തീൻ. ഓക്കെ, ഇപ്പുറത്തോ നമ്മുടെ ടെമ്പറേച്ചർ 333 to 343 കെൽവിൻ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആണെന്ന് പറയാം. പക്ഷെ ലോ പ്രഷർ 6 to 7 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഏതിൻ്റെയൊക്കെ പ്രസൻസിൽ, സീഗ്ലർ നാറ്റ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എത്തീൻ മോളിക്യൂൾസിന്റെ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് ഹൈ ഡെൻസിറ്റി പോളിത്തീനും കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെയും കണ്ടീഷൻസ് തമ്മിൽ മാറിപ്പോവരുത്. ദെൻ എന്താണ് അഡീഷൻ പോളിമേഴ്സ്? നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് അഡീഷൻ പോളിമേഴ്സ് എന്നുള്ളതാണ് അടുത്ത് പഠിക്കുന്നത്. ഫോംഡ് ബൈ ദ റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമർ മോളിക്യൂൾസ്. പേര് തന്നെ എന്താണ്, അവിടെ മോണോമർ മോളിക്യൂൾസിന്റെ ആഡീഷൻ ആണ് നടക്കുന്നത്. ആഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പൊസസിങ് ഡബിൾ ഓർ ട്രിപ്പിൾ ബോൺഡ്സ്, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് പൊസസ് ചെയ്യുന്ന മോണോമേഴ്സ് ഉണ്ട്. ആ മോണോമേഴ്സ് എങ്ങനെയാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷനിലൂടെ പ്രോസസ്സിലൂടെ പോയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അഡീഷൻ പോളിമേഴ്സ് കിട്ടുന്നത്. നോ ബൈ പ്രൊഡക്ട്സ് ആർ റിലീസ്ഡ്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ അഡീഷൻ നടക്കുന്ന ടൈമിൽ, അഡീഷൻ പോളിമറൈസേഷൻ നടക്കുന്ന ടൈമിൽ ഒരു ബൈ പ്രൊഡക്ട്സും അവിടെ ഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. യാതൊരു ബൈ പ്രൊഡക്ട്സ് ഒന്നും നമുക്ക് കിട്ടില്ല. എന്താണ്, ആ മോണോമേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്ക് വലിയൊരു പോളിമർ കിട്ടും എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഒരു ബൈ പ്രൊഡക്ട്സും, യാതൊരു വിധത്തിലുള്ള ബൈ പ്രൊഡക്ട്സും നമുക്ക് അവിടെ കിട്ടത്തില്ല. അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളതാണ് പോളി എത്തിലീൻ ആൻഡ് ടെഫ്ലോൺ. പോളി എത്തിലീൻ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ. എത്തിലീൻ മോണോമേഴ്സിന്റെ പോളിമറൈസേഷൻ നടന്നിട്ടാണ് നമുക്ക് പോളി എത്തിലീൻ നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ പുതുതായിട്ട് പഠിക്കുന്നത് ആരെയാണ്, ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമറിനെയാണ്. എന്താണ് ടെഫ്ലോൺ, എന്താണ് അതിന്റെ മോണോമർ? നോക്കിക്കേ, ടെട്രാഫ്ലൂറോ എത്തിലീൻ അല്ലെ, CF2 ഡബിൾ ബോണ്ട് CF2. ഇതാണ് ടെട്രാഫ്ലൂറോ. എത്ര ഫ്ലൂറിൻ ഉണ്ട്, 4 ഫ്ലൂറിൻ ഇല്ലേ മക്കളെ, ഇവിടെ 4 ഉണ്ട് അല്ലെ. 2 കാർബൺ ഉണ്ട്, 4 ഫ്ലൂറിൻ ഉണ്ട്. ടെട്രാഫ്ലൂറോ എത്തിലീൻ. എത്തിലീൻ എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. അപ്പോൾ ടെട്രാഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്ന മോണോമറിനെ നമ്മൾ പോളിമറൈസ് ചെയ്യുകയാണ്
എന്ത് പോളിമറൈസേഷനാ? അഡീഷൻ പോളിമറൈസേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് പോകും. കാരണം അവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ മോണോമർ മോളിക്യൂൾസും ആഡ് ചെയ്ത് പോയിട്ട് നമുക്ക് ആരെ കിട്ടും? അവസാനം ടെഫ്ലോൺ അഥവാ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ, PTFE എന്ന് നമ്മൾ ആരെ പറയും? ടെഫ്ലോണിനെ പറയും കേട്ടോ. PTFE, പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അഥവാ ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമറിനെ നമുക്ക് അവിടെ കിട്ടും. എന്ത് പ്രോസസ്സിലൂടെ? അഡീഷൻ പോളിമറൈസേഷനിലൂടെ. ഏതിനാണ് നമ്മൾ അഡീഷൻ പോളിമറൈസേഷനിൽ വിധേയമാക്കുന്നത്? ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്ന മോണോമർ മോളിക്യൂൾസിന്റെ അഡീഷൻ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് ആരെ കിട്ടും? പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അഥവാ ടെഫ്ലോണിനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. എന്താണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്? നോക്കാം. Formed by the repeated condensation reaction between two different monomer molecules. എന്താണ്? രണ്ട് ഡിഫറെന്റ് മോണോമർ മോളിക്യൂൾസ് ആണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, അഡീഷൻ പോളിമറൈസേഷനിൽ എന്താണ്? ഒരൊറ്റ മോണോമർ മോളിക്യൂളേ ഉള്ളൂ. അതായത് ഒരൊറ്റ ടൈപ്പ് ഓഫ് മോണോമർ മോളിക്യൂളേ ഉള്ളൂ. അതെന്താണ്? നമ്മൾ അവിടെ പഠിച്ച എക്സാമ്പിൾ എന്തായിരുന്നു? ഒന്നെങ്കിൽ എത്തിലീൻ എന്ന് പറയുന്ന മോണോമർ മോളിക്യൂൾസിനെ ആഡ് ചെയ്ത് മാത്രം കൊണ്ടുപോയാൽ പോളി എത്തിലീൻ എന്ന് പറയുന്ന പോളിമർ കിട്ടും. അല്ലെങ്കിൽ ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്ന് പറയുന്ന മോണോമർ മോളിക്യൂൾസിനെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ അഥവാ ടെഫ്ലോൺ എന്ന് പറയുന്ന പോളിമറിനെ നമുക്ക് കിട്ടും. അവിടെ എന്താണ്? ഒരേ ടൈപ്പ് ഓഫ് മോണോമേഴ്സേ ഉള്ളൂ. പക്ഷേ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ അതല്ല കാര്യം. ഇവിടെ എന്താണ്? രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമർ മോളിക്യൂൾസ് ഉണ്ട്. ത്രൂ എലിമിനേഷൻ ഓഫ് സ്മോൾ മോളിക്യൂൾസ് സച്ച് ആസ് വാട്ടർ, HCl, etc. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോണോമർ മോളിക്യൂൾസ് ആണ് ഇവിടെ പോളിമറൈസേഷൻ നടത്തുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് എലിമിനേറ്റ് പോകുന്ന ബൈ പ്രൊഡക്ട്സ് ഉണ്ട് അവിടെ. അഡീഷൻ പോളിമറൈസേഷൻ റിയാക്ഷൻസിൽ നോ ബൈ പ്രൊഡക്ട്സ്. പക്ഷേ ഇവിടെ കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വാട്ടർ, HCl അങ്ങനെ പറയുന്ന സ്മോൾ മോളിക്യൂൾസിന്റെ എലിമിനേഷൻ അവിടെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കണ്ടൻസേഷൻ പോളിമേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് നൈലോൺ 6,6. അതിന്റെ മോണോമേഴ്സ് നോക്കിക്കോണേ, രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ആണ്. അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലീൻ ഡയമീൻ. ഇത് രണ്ടുമാണ് എന്തിന്റെ മോണോമേഴ്സ്? നൈലോൺ 6,6ന്റെ മോണോമേഴ്സ്. ചോദിച്ചിട്ടുണ്ട്. നൈലോൺ 6,6 എന്ന് പറയുന്ന പോളിമേഴ്സിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. അല്ലെങ്കിൽ താഴെ കാണുന്ന മോണോമേഴ്സിൽ ഏത് സിന്തസൈസ് ചെയ്താലാണ് അല്ലെങ്കിൽ ഏതിന്റെ പോളിമറൈസേഷനിലൂടെയാണ് നിങ്ങൾക്ക് നൈലോൺ 6,6 കിട്ടുക എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ആണ് അവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. ഓക്കെ, അപ്പോൾ അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാമെത്തിലീൻ ഡയമീനുമാണ് ഇവിടെ എന്ത്? നൈലോൺ 6,6ന്റെ മോണോമേഴ്സ് ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. ഇതിൽ നോക്കിക്കേ, അഡിപ്പിക് ആസിഡിന്റെ ഈ ഒരു OH നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ഒരു OHും ഈ ഹെക്സാമെത്തിലീൻ ഡയമീന്റെ ഈ അമീനിലുള്ള ഒരു H ഉണ്ട്. അമീൻ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ആണ് വരിക അല്ലേ? അപ്പോൾ ഇതിലുള്ള ഒരു ഹൈഡ്രജനും ഈ ഒരു OHും കൂടി ചേർന്ന് അവിടെ ആര് എലിമിനേറ്റ് ചെയ്ത് പോകും? H2O. നമ്മൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ അവർ തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ, ഇതാണ് ആ ബോണ്ട്. ഈ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരവിടെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തുന്നതും. അങ്ങനെയാണ് നമുക്ക് അവിടെ നൈലോൺ 6,6 എന്ന് പറയുന്ന പോളിമർ നമുക്ക് കിട്ടുന്നതും. അപ്പോൾ നോക്കി വെച്ചേക്കുക എന്താണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്നും. എക്സാമ്പിൾ തീർച്ചയായിട്ടും പഠിക്കണം. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പുതിയൊരു പോളിമർ ആണ് പഠിച്ചത്, നൈലോൺ 6,6. അതിൻ്റെ മോണോമേഴ്സ് ഏതൊക്കെയായിരുന്നു? അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെത്തിലീൻ ഡയമീൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഹോമോ പോളിമർ വേഴ്സസ് കോപോളിമർ. അപ്പോൾ രണ്ടും സെയിം ആണ്. അഡീഷൻ പോളിമർ പറഞ്ഞു, നമ്മൾ കണ്ടൻസേഷൻ പോളിമർ പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഹോമോ പോളിമറും കോപോളിമറും. എന്താണ് ഹോമോ പോളിമർ? ഫോംഡ് ഫ്രം 2 or more മോണോമേഴ്സ്. അതായത് രണ്ടോ അതിലധികമോ മോണോമേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കോപോളിമർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു. കണ്ടൻസേഷൻ പോളിമറൈസേഷനിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ആരാണ്? നൈലോൺ 6,6. ഓക്കെ, പക്ഷേ കോപോളിമർ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ ആണെങ്കിൽ ഹോമോ പോളിമർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരേ ടൈപ്പ്, ഒരൊറ്റ ടൈപ്പ് ഓഫ് മോണോമർ ഉള്ളതായിരിക്കും ഹോമോ പോളിമർ. ഓക്കെ, രണ്ടോ അതിലധികമോ മോണോമേഴ്സ് ഉള്ളത് കോപോളിമർ ആണെങ്കിൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് ഉള്ളതാണ് ഹോമോ പോളിമർ. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ, ടെഫ്ലോൺ പറയാം, പോളിയെത്തിലീൻ പറയാം, അതുപോലെ തന്നെ PVC, പോളിവിനൈൽ ക്ലോറൈഡ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ,
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കോപോളിമർ. ദെൻ ഹോമോപോളിമർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെയിം ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് കൂടി ചേർന്നതാണ് എന്ത്, ഹോമോപോളിമർ. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോളിയെത്തിലീൻ ആണ്. ടെഫ്ലോണും അതുപോലെ തന്നെ PVC ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആൻഡ് തെർമോസെറ്റിക് പോളിമേഴ്സ്. തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സോഫ്റ്റൻസ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹാർഡൻസ് ഓൺ കൂളിംഗ്. നമ്മൾ അത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റൻ ആവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യുമ്പോൾ അത് ഹാർഡൻ ആവുകയും ചെയ്യും. ഓക്കെ, നമുക്ക് റിവേഴ്സിബിൾ ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ സോഫ്റ്റൻ ചെയ്യാനും കൂൾ ചെയ്യുമ്പോൾ അത് ഹാർഡൻ ആവാനുള്ള ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം റീയൂസബിൾ ആണ്, അവർ റീയൂസബിൾ ആണ്. അതുപോലെ തന്നെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതാണ് PVC. നമുക്കറിയാം, നമ്മൾ PVC പൈപ്പ്സ് ഒക്കെ ചൂടാക്കി നോക്കിയിട്ടുള്ള ആളുകളാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് നമ്മൾ തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തെർമോസെറ്റിക് പോളിമേഴ്സ്. എന്താണ് തെർമോസെറ്റിക് പോളിമേഴ്സ്? നേരെ റിവേഴ്സിബിൾ അല്ലേ, അതായത് നേരെ ഓപ്പോസിറ്റ്, നമ്മുടെ തെർമോപ്ലാസ്റ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് എന്ത്, തെർമോസെറ്റിക് പോളിമേഴ്സ്. നോക്കിയേ, ഇറിവേഴ്സിബിളി ഹാർഡൻസ് വെൻ ഹീറ്റഡ് ബിക്കമിങ് എ പെർമനന്റ് സോളിഡ് ദാറ്റ് കനോട്ട് ബി സോഫ്റ്റൻഡ് അഗെയിൻ. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പെർമനന്റ് ആയിട്ടൊരു ഹാർഡൻ വരികയാണ് ചെയ്യുക. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പോളിമേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, തെർമോസെറ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവർ റിജിഡ് ആണ്, നോൺ റീയൂസബിൾ ആണ്. തെർമോസെറ്റിക് പോളിമേഴ്സ് ആർ റിജിഡ് ആൻഡ് നോൺ റീയൂസബിൾ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇവിടെ ബാക്കലൈറ്റ്. ഏതാണ് ബാക്കലൈറ്റ് എന്ന് പറയുന്ന പോളിമർ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം, തെർമോസെറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാം. ഇനി ഞാനിവിടെ ടേബിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സും അത് ഉണ്ടാക്കിയെടുക്കുന്ന മോണോമേഴ്സും ആണ്. ഇത് എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് ഇത്രയും തന്നതിൽ ഏതൊരു പോളിമേഴ്സും നിങ്ങൾക്ക് ചോദിക്കാം, ഏതൊരു മോണോമറും നിങ്ങളോട് ചോദിക്കാം. ഒന്നെങ്കിൽ പോളിമറിൻ്റെ മോണോമർ ഏതാണെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പോളിമേഴ്സ് സിന്തസൈസ് ചെയ്താൽ, പോളിമറൈസേഷൻ നടത്തിയാൽ കിട്ടുന്ന പോളിമർ ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും പോളിമേഴ്സ് നിങ്ങൾ പക്കയായിട്ട് പഠിച്ചിരിക്കണം. അത് നിർബന്ധമാണ്, എക്സാമിന് വരും, പക്കയാണ്. ഏതെങ്കിലും ഒരു പോളിമറിന്റെ മോണോമേഴ്സോ അല്ലെങ്കിൽ മോണോമേഴ്സ് ചോദിച്ചിട്ട് പോളിമറോ എന്തായാലും നിർബന്ധമായിട്ടും എക്സാമിന് കണ്ടുവരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ടേബിൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് പോളിത്തീൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് എത്തീൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്തിലീൻ മോളിക്യൂൾസിന്റെ പോളിമറാണ് എന്ത്, പോളിത്തീൻ. ദെൻ സെക്കൻഡ് വരുന്നതാണ് പോളിപ്രൊപ്പീൻ. ഏതായിരിക്കും, പ്രൊപ്പീൻ എന്ന് പറയുന്ന മോണോമേഴ്സിന്റെ പോളിമറാണ് പോളിപ്രൊപ്പീൻ. ദെൻ പോളിസ്റ്റൈറീൻ. സ്റ്റൈറീൻ എന്ന് പറയുന്ന മോണോമേഴ്സിന്റെ പോളിമറൈസേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, പോളിസ്റ്റൈറീൻ. ദെൻ വരുന്നതാണ് വിനൈൽ ക്ലോറൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു PVC എന്ന് പറയുന്നത് പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. അതിന്റെ മോണോമറാണ് എന്ത്, വിനൈൽ ക്ലോറൈഡ്. ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻസ് വരില്ല. ദെൻ പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ അഥവാ ടെഫ്ലോൺ എന്ന് നമ്മൾ പറഞ്ഞു. ടെഫ്ലോൺ എന്നുള്ള പേരും PTFE എന്നുള്ള പേരും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതിന്റെ മോണോമറാണ് ടെട്രാ ഫ്ലൂറോ എത്തീൻ. അടുത്തതായിട്ടുള്ള പോളിമറാണ് പോളി എത്തീൻ ടെറിപ്താലേറ്റ് അഥവാ PET. അതിന്റെ മോണോമറാണ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, എത്തിലീൻ ഗൈക്കോൾ പ്ലസ് ടെറിപ്താലിക് ആസിഡ്. ഓക്കെ, ഇങ്ങനെയുള്ള മോണോമേഴ്സ് ആയിരിക്കും പ്രധാനമായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരിക. അതായത് കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള മോണോമേഴ്സ്, നമുക്ക് കൺഫ്യൂഷൻ വരും ചിലതൊക്കെ. അപ്പോൾ പോളി എത്തീൻ ടെറിപ്താലേറ്റിന്റെ അഥവാ PETയുടെ മോണോമേഴ്സ് ആണ് ഏതൊക്കെ, എത്തിലീൻ ഗ്ലൈക്കോളും അതുപോലെ ടെറിപ്താലിക് ആസിഡും. അടുത്തതാണ് പോളിമീഥൈൽ മെത്താക്രിലേറ്റ് അഥവാ PMMA. അപ്പോൾ അതിൻ്റെ മോണോമറാണ് മീഥൈൽ മെത്താ അക്രിലേറ്റ്. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല. അടുത്തതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ യൂണിറ്റ് ആണ് ഐസോപ്രീൻ. ഓക്കെ, മാറിപ്പോവരുത്, ഐസോപ്രീൻ. ഇനി സിന്തറ്റിക് റബ്ബേഴ്സ് വരുന്നുണ്ട്. സിന്തറ്റിക് റബ്ബേഴ്സ് ആണ് ബ്യൂണ എസും ബ്യൂണ എന്നും. ഈ ബ്യൂണ എസ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക 1,3-ബ്യൂട്ടാഡൈൻ പ്ലസ് സ്റ്റൈറീൻ ആണ് മോണോമേഴ്സ്. ബ്യൂണ എസ്. ഓക്കെ, 1,3-ബ്യൂട്ടാഡൈൻ എന്നാണ് ഒരു മോണോമർ. അപ്പോൾ ബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ ബ്യൂണ അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ബ്യൂണേൻ്റെ കൂടെ എസ് ആണെങ്കിൽ എന്താണ്, സ്റ്റൈറീൻ എന്ന് പറയുന്ന മോണോമറാണ് അവിടെ യൂസ് ചെയ്യുക. പകരം ബ്യൂണ എന്നും ഉണ്ട്. ബ്യൂണ എൻ ആണെങ്കിലോ 1,3-ബ്യൂട്ടാഡൈൻ പ്ലസ് അക്രിലോ നൈട്രൈൽ എന്ന് പറയുന്ന മോണോമറാണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാലും മതി. അതായത് ബ്യൂണ എസ് പഠിച്ചു വെച്ചാൽ ബ്യൂണ എൻ മറ്റേതാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ബ്യൂണ എസ് എന്ന് പറയുന്നത് എന്താണ്, 1,3-ബ്യൂട്ടാഡൈൻ പ്ലസ് സ്റ്റൈറീൻ ചേർന്നതാണ്. എന്നാൽ ബ്യൂണ എൻ എന്ന് പറയുന്നത് 1,3-ബ്യൂട്ടാഡൈൻ പ്ലസ്
അക്രിലോ നൈട്രൈൽ എന്ന് പറയുന്ന മോണോമേഴ്സ് കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പോളിമറാണ് ഗ്ലിപ്റ്റാൾ. ഗ്ലിപ്റ്റാൾ എന്ന് പറയുന്ന പോളിമർ ഉണ്ടാക്കുന്നത് ഏതൊക്കെ മോണോമേഴ്സ് വെച്ചിട്ടാ? എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് താലിക് ആസിഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ PET കണ്ടോ, പോളി എത്തീൻ ടെറിഫ്താലേറ്റ് കണ്ടോ, നിങ്ങൾ അതിലെ മോണോമേഴ്സ് നോക്കിക്കേ, എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറിഫ്താലിക് ആസിഡ് ആയിരുന്നു അവിടെ അല്ലേ. പക്ഷെ ഇവിടേക്കോ, ഇവിടെ വന്നപ്പോഴോ ഗ്ലിപ്റ്റാളിന്റെ കേസിൽ എന്താണ്, എത്തിലീൻ ഗ്ലൈക്കോൾ അതുപോലെയുണ്ട്, പക്ഷെ എന്താണ്, താലിക് ആസിഡ് ആണ്. എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറിഫ്താലിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ അത് PET ആണ്. എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് താലിക് ആസിഡ് ആണ് വരുന്നതെങ്കിൽ അത് ആരാണ്, ഗ്ലിപ്റ്റാൾ ആണ്. മാറിപ്പോവരുത്. ദെൻ അടുത്തതാണ് ടെറിലീൻ. എഗെയിൻ എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറിത്താലിക് ആസിഡ് ചേർന്നതാണ് എന്ത്, ടെറിലീൻ എന്ന് പറയുന്ന പോളിമർ. ഓക്കെ, ദെൻ അടുത്തതാണ് യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. അതിന്റെ പേര് തന്നെ ഉണ്ട്, ഏതൊക്കെ, യൂറിയ ആൻഡ് ഫോർമാൽഡിഹൈഡ് രണ്ടും കൂടി ചേർന്നതാണ് എന്ത്, യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. ദെൻ മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനോ, അതും അതിന്റെ പേര് തന്നെയുണ്ട്, മെലാമിനും അതുപോലെ തന്നെ നമ്മുടെ ഫോർമാൽഡിഹൈഡും. ദെൻ നമ്മൾ പഠിച്ചു നൈലോൺ 6,6 നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, എന്ത്, എക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൂടി ചേർന്നതാണ് നൈലോൺ 6,6. എന്നാൽ നൈലോൺ 6ഓ, നൈലോൺ 6ന്റെ മോണോമർ ആണ് കാപ്രോലാക്ടം. എന്താണ്, കാപ്രോലാക്ടം. ദെൻ ബാക്കലൈറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എവിടെയായിരുന്നു പഠിച്ചത്, ബാക്കലൈറ്റ് നമ്മൾ പഠിച്ചത് തെർമോസെറ്റിക് പോളിമർ ആയിരുന്നു അല്ലേ. ആ ബാക്കലൈറ്റിന്റെ മോണോമർ ആണ് ആര്, ഫിനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോളിമേഴ്സും അതിന്റെ മോണോമർ യൂണിറ്റും നിങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത പോർഷനിൽ നിന്ന് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമ്മൾക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ പോളിമർ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് നാച്ചുറൽ പോളിമർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കിക്കേ, ബാക്കലൈറ്റ്, സിൽക്ക്, കെവ്ലാർ, ലെക്സാൻ എന്ന് പറയുന്ന കുറച്ച് പോർഷൻസ്, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഈ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് നാച്ചുറൽ പോളിമർ. ഇതിലല്ലാത്തത് നമ്മൾ പഠിച്ചത് ബാക്കലൈറ്റ് അല്ലേ. ബാക്കലൈറ്റ്, അതായത് ഫസ്റ്റ് ഓപ്ഷൻ എ ആണെന്ത്, കറക്റ്റ് ആൻസർ അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, നാച്ചുറൽ പോളിമർ ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എമംഗ് ദ ഫോളോയിങ് പോളിമേഴ്സ്. ഏതാണ് ഓഡ് വൺ? ഇതിൽ ഓപ്ഷൻ എ നോക്കുക, പോളി എത്തിലീൻ കൊടുത്തിട്ടുണ്ട്, പോളി സ്റ്റൈറിൻ കൊടുത്തിട്ടുണ്ട്, ടെഫ്ലോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നൈലോൺ 6,6ഉം കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഓഡ് വൺ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ്, ഈ പോളി എത്തിലീൻ ആയിക്കോട്ടെ, പോളി സ്റ്റൈറിൻ ആയിക്കോട്ടെ, ടെഫ്ലോൺ ആയിക്കോട്ടെ, ഇതിൽ മൂന്നിൽ എന്താണ്, ഒരൊറ്റ വൺ ടൈപ്പ് ഓഫ് മോണോമറേ ഉള്ളൂ അല്ലേ. വൺ ടൈപ്പ് ഓഫ് മോണോമർ യൂണിറ്റ്സ് കൂടി ചേർന്നതാണ് ഇവര്. പക്ഷേ നൈലോൺ 6,6ൽ എന്താണ്, രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു, അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനും. അപ്പൊ നമ്മളെ ആൻസർ തീർച്ചയായിട്ടും ഏതാ വരിക, നൈലോൺ 6,6 ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ എക്സാമ്പിൾ ഫോർ തെർമോസെറ്റിക് പ്ലാസ്റ്റിക്? തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് ഇതിൽ ഏതാണ് നമ്മൾ പഠിച്ചത്? പോളി പ്രൊപ്പിലിൻ കൊടുത്തിട്ടുണ്ട്, പോളി സ്റ്റൈറിൻ കൊടുത്തിട്ടുണ്ട്, PVC കൊടുത്തിട്ടുണ്ട്, ബാക്കലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് തെർമോസെറ്റിക് പ്ലാസ്റ്റിക് ഇതിൽ? ഡെഫിനറ്റ്ലി ഏതാണ്? ഓപ്ഷൻ ഡി, ബാക്കലൈറ്റ് ആണ് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, ബാക്കിയെല്ലാം ആരാണ്, തെർമോ പ്ലാസ്റ്റിക് പോളിമേഴ്സ് ആണ് അല്ലേ, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് ആണ്. പക്ഷെ ഇതിൽ ബാക്കലൈറ്റ് മാത്രമാണ് എന്ത്, തെർമോസെറ്റിക് പ്ലാസ്റ്റിക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പോളിത്തീൻ ബാഗ്സ് ആർ മെയ്ഡ് ഫ്രം. നമ്മൾ പഠിച്ചു പോളിത്തീൻ ബാഗ്സ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. PET കൊടുത്തിട്ടുണ്ട്, LDPE കൊടുത്തിട്ടുണ്ട്, HDPE കൊടുത്തിട്ടുണ്ട്, PVC കൊടുത്തിട്ടുണ്ട്. ഉറപ്പാണ് പോളിത്തീൻ ബാഗ്സ് ആർ മെയ്ഡ് ഫ്രം ഒന്നെങ്കിൽ LDPE അല്ലെങ്കിൽ HDPE. ഇതിലേതാണ് ആൻസർ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ പഠിച്ചതാണ് എന്ത്, LDPE എന്ന് പറയുന്നത് എന്താണ്, ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ HDPE എന്ന് പറയുന്നത് എന്താണ്, ഹാർഡാണ്. പോളിത്തീൻ ബാഗ്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആരെ കൊണ്ടേ പറ്റുള്ളൂ, LDPE എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി പോളിയെത്തീൻ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അതാണ് ഫ്ലെക്സിബിൾ. അപ്പോൾ അതിൻ്റെ ഡെഫിനറ്റ്ലി അതിൻ്റെ ആൻസർ എന്താണ്, ലോ ഡെൻസിറ്റി പോളിയെത്തീൻ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ടെഫ്ലോൺ? നമ്മൾ ഓൾറെഡി പഠിച്ചു എന്താണ് ടെഫ്ലോൺ. ടെഫ്ലോണ് വേറൊരു പേരുണ്ടല്ലോ, പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ അല്ലെ. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? CF2 ഡബിൾ ബോണ്ട് CF2 അതായിരുന്നു നമ്മുടെ ടെഫ്ലോണിന്റെ സ്ട്രക്ചർ. CF2 ഡബിൾ ബോണ്ട് CF2. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് അതിൽ കറക്റ്റ് ആൻസർ വരിക? കാർബൺ എത്രയാണ്? 2 ഉള്ളൂ. 2 കാർബണും 4 ഫ്ലൂറിൻ ആണ് നമുക്കറിയാം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുക.
ഓക്കെ, ഇത്രയാണ് പോളിമേഴ്സിൻ്റെ ഫസ്റ്റ് പോർഷനിൽ നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാദമി നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.